ക്രൂശിലോളമേശു എന്നെ സ്നേഹിച്ചു, ക്രൂശിലോളമേശു എന്നെ സ്നേഹിച്ചു. നിത്യമാം സ്നേഹത്താൽ നിത്യതയോളവും നിശ്ചയമെന്നേശു എന്നെ സ്നേഹിക്കും. നിത്യമാം സ്നേഹത്താൽ നിത്യതയോളവും നിശ്ചയമെന്നേശു എന്നെ സ്നേഹിക്കും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ വിനോദ തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഈ പ്രഭാതത്തിൽ ദൈവം ശ്രവിക്കുന്ന ഏവർക്കും ഹൃദ്യമായ സ്നേഹവന്ദനം, പ്രഭാതവന്ദനം അറിയിക്കുന്നു. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. അപ്പോസ്തലനായ പൗലോസും കൂട്ടുപ്രവർത്തകരും തെസ്സലോനിക്കയിൽ എങ്ങനെയായിരുന്നു ശുശ്രൂഷിച്ചത് എന്നുള്ളത് വീണ്ടും ഓർമ്മിക്കുകയാണ്. ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസും തൻ്റെ സഹപ്രവർത്തകരായ ദൈവദാസന്മാരും തെസ്സലോനിക്ക വിശ്വാസികളോടുള്ള ഇടപെടലിൽ, പെരുമാറ്റത്തിൽ എങ്ങനെയായിരുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ ഒരമ്മയുടെയും തൻ്റെ കുഞ്ഞുങ്ങളുടെയും തമ്മിലുള്ള ബന്ധത്തെ ചൂണ്ടിക്കാണിക്കുന്നു. ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ, നമുക്കറിയാം ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് പോറ്റുന്നത്. ഇവിടെ പോറ്റി വളർത്തുക എന്ന ആശയമാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് അമ്മ കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തുന്നത് ആ കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചെലവഴിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് തൻ്റെ സ്നേഹം പകർന്നു കൊടുത്തുകൊണ്ടാണ്. കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ബേബി സിറ്റേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഏൽപ്പിച്ചിട്ട് മാതാവ് ഒറ്റയ്ക്ക് ജീവിക്കല്ല, മാതാവിനോ കുഞ്ഞുങ്ങളോടൊപ്പം എപ്പോഴും സമയം ചെലവഴിക്കുന്നു. ഇവിടെ പൗലോസ് പറയുകയാണ്, അതുപോലെ താൻ തെസ്സലോനിക്കയിലായിരുന്നപ്പോൾ അവിടെയുള്ള വിശ്വാസികളോട് ഒരു മാതാവിന് കുഞ്ഞുങ്ങളുടെ എത്രത്തോളം സ്നേഹമുണ്ടോ അതുപോലെ തന്നെ പെരുമാറി. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് ഒരു മാതാവ് കുഞ്ഞുങ്ങളെ പോറ്റുന്നത് അവർക്ക് ആവശ്യമായ ഭക്ഷണം നൽകുകയാണ്. പൗലോസ് തെസ്സലോനിക്കയിലായിരുന്ന സമയത്ത് ആ വിശ്വാസികൾക്ക് ആവശ്യമായ ആത്മീയ ആഹാരം നൽകി അവരെ ആത്മീയമായിട്ട് വളർച്ചയിലേക്ക് നടത്തുന്നതാണ് നാം കാണുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് അമ്മ കുഞ്ഞുങ്ങളെ പോറ്റുക എന്ന് പറഞ്ഞാൽ, ചെറിയ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിരിക്കുന്ന മുലപ്പാൽ ലഭിക്കാൻ തക്കവണ്ണം മാതാവ് നല്ല വിറ്റാമിനുള്ള ആഹാരവും കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ആ മുലപ്പാൽ കുടിച്ച് ശക്തിയുള്ളവരായി, ബലമുള്ളവരായി, ആരോഗ്യമുള്ളവരായി തീരും. അഥവാ മാതാവ് ആദ്യം ശരിയായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു, അതിനുശേഷം കുഞ്ഞുങ്ങൾക്കാവശ്യമായ ഭക്ഷണം ലഭിക്കുന്നു. ദൈവദാസന്മാര് ശരിയായിട്ടുള്ള ഉപദേശം പഠിച്ച് ശരിയായിട്ടുള്ള ദൈവിക സത്യങ്ങൾ ഗ്രഹിച്ച് അത് കുഞ്ഞുങ്ങളിലേക്ക്, ആത്മീയ മക്കളിലേക്ക്, വിശ്വാസികളിലേക്ക് പകരുമ്പോൾ അവരാത്മീയമായിട്ട് ശക്തിപ്പെടുവാനും ബലപ്പെടുവാനും ഇടയാകുന്നു. മാത്രമല്ല പൗലോസ് ഇവിടെ പറയുന്നത്, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. അപ്പോസ്തലന്മാർ എന്ന നിലയ്ക്ക് ഘനശാലികളായിരിക്കാൻ കഴിവുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു ഘനശാലികളായിരിക്കുകയായിരുന്നില്ല പ്രായോഗികമായിട്ട് അവർ ചെയ്തത്. ആത്മീയമായിട്ട് അവർ ഘനശാലികളായിരുന്നു എന്നുള്ളത് വസ്തുതയാണെങ്കിലും പ്രായോഗിക തലത്തിൽ വളരെ ആർദ്രതയും മനസ്സലിവുള്ളവരായിരുന്നു. പ്രിയപ്പെട്ടവരെ, വാത്സല്യം, ആർദ്രത, അത് എന്താണ് ആർദ്രത എന്ന് പറഞ്ഞാൽ? ആർദ്രത എന്ന് പറഞ്ഞാൽ ആവശ്യത്തിൽ ഇരിക്കുന്ന ആളുകളുടെ
ആവശ്യങ്ങളെ മനസ്സിലാക്കി ആശ്വസിപ്പിക്കുന്നത് മാത്രമല്ല, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അവരോടൊപ്പം നിന്ന് അവ നിറവേറ്റി കൊടുക്കുക. അവരുടെ ആവശ്യങ്ങളിൽ സഹതാപം കാണിക്കുന്നതല്ല ആർദ്രത. അവരെ ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും അവരുടെ ആവശ്യഘട്ടങ്ങളിൽ അവരോടൊപ്പം നിൽക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്ന ആൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് ആർദ്രതയുള്ളവനായിരുന്നു. അവിടുന്ന് ശിഷ്യന്മാരുടെ ബന്ധത്തിൽ എത്ര ആർദ്രതയുള്ളവനായിരുന്നു എന്ന് നമുക്ക് സുവിശേഷങ്ങളിൽ കാണുവാൻ സാധിക്കും. അധ്വാനിക്കുകയും ഭാരം ചുമക്കുകയും ചെയ്യുന്ന ആളുകളെ കർത്താവ് തൻ്റെ സവിധത്തിലേക്ക് വിളിക്കുകയാണ്. അവരോട് പറയുകയാണ്, എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകയേറ്റ് എന്നോട് പഠിക്ക്, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. തൻ്റെ അടുക്കലേക്ക് ആളുകളെ ക്ഷണിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുവാനുള്ളതായ ആർദ്രത, മനസ്സലിവ് നമ്മുടെ കർത്താവിനുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്നോടൊപ്പമായിരുന്ന പുരുഷാരം ഭക്ഷണമില്ലാതിരുന്നപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു അവരെ പറഞ്ഞു വിടണം എന്ന്. എന്നാൽ കർത്താവ് പറഞ്ഞത്, അവരിപ്പോൾ എന്നോടൊപ്പം 3 ദിവസമായിരുന്നു, ഞാൻ അവരെ ഈ പട്ടിണിയായിട്ട് പറഞ്ഞു വിട്ടാൽ അവർ വഴിയിൽ തളർന്നു വീഴും. എത്ര ആർദ്രതയാണ്, എത്ര മനസ്സലിവാണ് നമ്മുടെ കർത്താവിനുള്ളത്. അവർക്ക് ഭക്ഷണം കൊടുത്ത് സംതൃപ്തിപ്പെടുത്തി അവരെ അയക്കണം. ഒരു കുഞ്ഞിനെ തന്റെ മാതാവ് ഭക്ഷണം നൽകി ബലപ്പെടുത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അയക്കുന്നത് പോലെ തൻ്റെ അടുക്കൽ വന്ന് വചനം കേട്ടവരെ ആർദ്രതയോടെ ഇടപെട്ട്, വാത്സല്യത്തോടെ ഇടപെട്ട് അവരെ സഹായിക്കുന്ന ആർദ്രതയുള്ള ഒരു കർത്താവായിരുന്നു നമ്മുടെ കർത്താവ്. മാത്രമല്ല, കർത്താവ് ഉയർത്തുന്നതിന് ശേഷം ശിഷ്യന്മാര് കർത്താവിനെ കാത്തിരിക്കുന്നതിന് പകരം മീൻ പിടിക്കാൻ പോയി. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ അത് കാണുന്നുണ്ട്. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടാതെ കടൽക്കരയിലേക്ക് മടങ്ങി വരുമ്പോൾ കർത്താവ് അവരെ കാത്തിരിക്കുകയാണ്. അവർക്ക് ആവശ്യമായ ഭക്ഷണം ഒരുക്കി അവരെ കാത്തിരിക്കുന്ന ആർദ്രതയുള്ള ഒരു കർത്താവ്. അവർ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാതെ മീൻ പിടിക്കാൻ പോയവരാണല്ലോ, എന്നാൽ ഞാൻ അവരെ സഹായിക്കുന്നില്ല, ഞാൻ അവരെ കരുതുന്നില്ല എന്ന് കർത്താവ് ഒരിക്കൽ ചിന്തിച്ചില്ല. അവിടുന്ന് ആർദ്രതയുള്ളവരാണ്. ആ നയിന്ന പട്ടണത്തിലേക്ക് കർത്താവ് ചെന്നപ്പോൾ തൻ്റെ ഏകജാതനായ മകന്റെ സൗമഞ്ചവുമായി കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ, ആ വിധവയെ കണ്ടപ്പോൾ കർത്താവിന് അവളോട് ആർദ്രത തോന്നി, മനസ്സലിവ് തോന്നി. അവളെ കരയണ്ട എന്ന് പറയുന്ന കർത്താവിൻ്റെ ആർദ്രത, മനസ്സലിവ്. ഹൃദയം തകരുന്ന അവസരങ്ങളിൽ, ഹൃദയത്തിൽ ഭാരങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും നേരിടുമ്പോൾ നമുക്കെന്താണ് ആശ്വസിക്കാനുള്ളത്, നമുക്കെന്താണ് ധൈര്യപ്പെടുവാനുള്ളത്? ആർദ്രതയുള്ള ഒരു കർത്താവ് നമുക്കുണ്ട് എന്നുള്ളതാണ്. ആ കർത്താവിൻ്റെ ആർദ്രതയും മനസ്സലിവും അനുഭവിച്ച ദൈവമക്കളായിരിക്കും നമ്മൾ മറ്റുള്ളവരെ, വിശ്വാസത്തിലേക്ക് വന്നവരെ, പുതിയ വിശ്വാസികളെ, അല്ലെങ്കിൽ നമ്മോടൊപ്പം പ്രയാസത്തിലും ഭാരത്തിലൂടെയൊക്കെ കടന്നു പോകുന്ന ദൈവമക്കളെ ആർദ്രതയോടെ ആശ്വസിപ്പിക്കുവാനും അവരോട് ആർദ്രതയോടെ ഇടപെടുവാനുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതവരുടെ ഹൃദയത്തെ തണുപ്പിക്കുവാനും അവരെ കർത്താവിൻ്റെ വേണ്ടി നിലനിർത്തുവാനും ശക്തീകരിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതം എങ്ങനെയുണ്ട്? നമുക്ക് മറ്റുള്ളവരുടെ ആർദ്രതയും മനസ്സലിവും ഉണ്ടോ? പൗലോസിനെ പോലെ തെസ്സലോനിക്കയിൽ മുന്നോട്ട് വന്ന പുതിയ വിശ്വാസികളോട് ആർദ്രതയുള്ളവനായിരുന്ന പൗലോസിൻ്റെ നല്ല മാതൃക നമുക്ക് പിൻഗമിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ നല്ല മാതൃകയായി തീരും. അതിനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.